നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 നവംബർ മാസം 29-ാം തീയതി 1200-ാം ആണ്ട് വൃശ്ചിക മാസം 14-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് ഉദയ നക്ഷത്രം വന്നിരിക്കുന്നത് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രം, അതേപോലെ വെള്ളിയാഴ്ച, ഇവയെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ സൗഭാഗ്യപ്രദമായ ഒരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നല്ല ദിവസം, ശുക്രൻ്റെ ദിവസം. ശുക്രൻ എന്ന് പറയുമ്പോൾ ഒരാളിന് ഏറ്റവും സുഖസൗഖ്യങ്ങളെ പ്രദാനം ചെയ്യുന്ന ദശാനാഥനാണ് ശുക്രൻ. വ്യാഴത്തിൻ്റെ 3/4 ഭാഗം ബലമേ ഉള്ളൂ എങ്കിൽ പോലും ശുക്രൻ പെട്ടെന്ന് ഗുണഫലത്തെ പ്രദാനം ചെയ്തു തരും. വളരെ സന്തോഷത്തെ കൊടുക്കുന്നവനാണ് ശുക്രൻ. അപ്പോൾ ഇന്ന് സന്തോഷപ്രദമായ അവസ്ഥകളുണ്ടാവും, നല്ല നക്ഷത്രവും കൂടി ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നത് വിജയിക്കും, സന്തോഷത്തിനും സമാധാനത്തിനും വഴിതെളിക്കുന്ന ഒരു ദിവസം തന്നെയാണ്. പക്ഷേ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, ചോതി നക്ഷത്രം വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലം ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ്. എന്തൊക്കെ കഷ്ടകാലം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ബർത്ത്ഡേ വന്നിട്ടുള്ളത് കൊണ്ട് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ കുറേ സന്തോഷപ്രദമായ അവസ്ഥകൾ നിങ്ങൾക്ക് വന്നു ചേരും. ജോലിയിൽ പുരോഗതി ഉണ്ടാവും, വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും, അതുപോലെ മക്കളെ കല്യാണം നടക്കാതെ വിഷമിച്ചിരിക്കുന്ന പേരൻസിന് കല്യാണം നടത്തി കൊടുക്കാനിട വരും. അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ ചില അതൃപ്തിയായിട്ട് നിൽക്കുന്നവർക്ക് അത് പരിഹരിക്കപ്പെടും. ഭാര്യയ്ക്ക് ജോലിയില്ലാതെ വിഷമിക്കുന്ന ഭർത്താവാണെങ്കിൽ ഭാര്യയ്ക്ക് ജോലി കിട്ടും. അതുപോലെ ഭർത്താവിന് പ്രമോഷനോ പുരോഗതിയോ ഇല്ലാതിരിക്കുന്ന ആണെങ്കിൽ ഭാര്യയുടെ യോഗം കൊണ്ട് ഭർത്താവിന് കിട്ടും. ഇതൊക്കെ വന്നു ചേരുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക് വാഹനം വാങ്ങാനോ വീട് വെക്കാനോ അതുപോലെ ഗൃഹോപകരണങ്ങൾ വാങ്ങാനോ മോടി പിടിപ്പിക്കാനോ ഒക്കെ കൊള്ളാവുന്ന ഒരു വർഷമാണെന്നറിയുക. അപ്പോൾ ഇത്തരത്തിന് അനുകൂലപ്രദമായ വർഷമായതുകൊണ്ട് നമുക്കിത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങണം, മടിച്ച് നിൽക്കരുത്. ആ സമയം നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾക്കതിന് വിനിയോഗിച്ചോളുക. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് നല്ല ദിവസമാണ് എങ്കിലും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. കാരണം യാത്രയ്ക്ക് വളരെ പ്രാധാന്യമാണ് രാഹുകാലം. 10:30 മണി മുതൽ 12 മണി വരെ രാഹുകാലം എന്നിട്ടിട്ടുണ്ടെങ്കിലും 10:41 തൊട്ടേ രാഹുകാലം തുടങ്ങുകയുള്ളൂ. 12 മണി 11 മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട്. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ നമുക്ക് ഒരു ദിവസം ഒന്നിനും എടുത്തുകൂടാത്ത 2 സമയമാണ് യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും. ഇന്നും ഗുളികൻ്റെ സമയം വരുന്നത് 7:55 തൊട്ട് 9:21 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 3 മണി 5 തൊട്ട് 4:31 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അത് നമുക്ക് പലതരത്തിലുള്ള ദോഷഭാവങ്ങൾക്ക് ഇടവരുത്തും. അപ്പോൾ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. നമുക്ക് എന്ത് കാര്യത്തിനും എടുക്കാവുന്ന സമയമാണ് അഭിജിത്ത് മുഹൂർത്തം. നല്ല ദിവസവും നല്ല നക്ഷത്രമുള്ള അഭിജിത്ത് മുഹൂർത്തവും കൂടി എടുക്കുകയാണെങ്കിൽ അത് അത്രയ്ക്ക് ശോഭനമായ സമയമെന്ന് അറിയുക. 11 മണി 49 തൊട്ടാണ് തുടങ്ങുന്നത്. 12 മണി 37 വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ നല്ല ദിവസമാണ്. ഇറങ്ങുന്നവർ വസ്ത്രധാരണവും കൂടി ശ്രദ്ധിച്ചോളുക. ചുവപ്പ് കളറിലുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അല്ലെങ്കിൽ കർച്ചീപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു കുങ്കുമ പൊട്ടായിട്ടോ ഒക്കെ നെറ്റി തൊടുന്നതും നമുക്ക് ഭാഗ്യത്തെ നമ്മളിലേക്ക് കൊണ്ടുവരാനും ശുക്രൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആഗിരണം ചെയ്യാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.